എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി തുടങ്ങട്ടെ. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. 2 തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം എത്ര കറി വേണോ അതിനനുസരിച്ച് തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി തക്കാളി ആയ ശേഷം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാമ്പാർ പൊടി ചേർത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണോളം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. സാമ്പാർ പൊടിയിലെ എരിവ് മതി വെച്ചാൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പോളം പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്ത പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. പുളി കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്താണ് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വറ്റിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തിളച്ച് വന്ന് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിരിക്കും തോറും ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ചോറിൻ്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.